ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ ലളിതവും ലഘുവും എന്നാൽ ഗൗരവമേറിയതുമായ ഒരു പ്രബോധനം പറയുവാനാണ് ദൈവാത്മാവ് ഇന്ന് എനിക്ക് പ്രേരണ നൽകിയിരിക്കുന്നത്. ദൈവവചനത്തിൽ നിന്ന് 2 വസ്തുതകൾ സൂചിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ആ പ്രബോധനത്തിലേക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആമുഖമായിട്ട് നമുക്ക് ബൈബിൾ എടുത്ത് എല്ലാവരും അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം. അവിടെ ഞാൻ തന്നെ വായിക്കാം. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ദയവ് ചെയ്ത് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായെന്ന് നിങ്ങൾ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ആ 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു കൊള്ളട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്നത്തെ പ്രബോധനത്തിലേക്ക് കടക്കണമെങ്കിൽ വചനത്തിലെ 2 വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചാലേ പറ്റത്തുള്ളൂ. അതിലെ 1-ാമത്തെ വസ്തുതയാണിത്: യേശുക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷകനും ഇല്ല. വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കി ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും വരെ ഉള്ളൂ. യേശുക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷകൻ ഇല്ല എന്നിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. കേട്ടോ, അത് പത്രോസ് ഇവിടെ പറഞ്ഞതാണേലും അന്ന് പറഞ്ഞതാണേലും ഇന്ന് വേദരൂപത്തിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. പരിശുദ്ധാത്മാവാം ദൈവം ലൂക്കോസിലൂടെ ഇത് എഴുതി ദൈവവചനം നമ്മളോട് പറയണം. അല്ല പത്രോസിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ലിത്, ആധികാരികമായ ദൈവവചനം അത് പറയുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. സ്വന്തം നാമത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാൻ നോക്കിയാൽ രക്ഷിക്കപ്പെടുകയില്ല. സ്വന്തം പ്രവൃത്തിയിൽ, സ്വന്തം നീതി പ്രവൃത്തിയിൽ രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. രക്ഷയ്ക്ക് ഒരു നാമമേ ദൈവം മനുഷ്യരുടെ ഇടയിൽ നൽകിയിട്ടുള്ളൂ. ആ നാമമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന നാമത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാരും കൈയൊക്കെ പൊക്കി ഹല്ലേലൂയൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയെന്ന് സൂചിപ്പിക്കാൻ ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് നോക്കി. എല്ലാവരും ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് ഒഴിഞ്ഞ കസേര വല്ലതും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ ഒഴിഞ്ഞ കസേര എന്താ സൂചിപ്പിക്കുന്നത്? കാണുമ്പോ എന്ത് തോന്നുന്നു? ഈ കസേരയിലൊക്കെ ഇരിക്കേണ്ടവർ ഇവിടെ ഇരിക്കാത്തതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒരു പങ്ക് എനിക്കുമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടോ? വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞ ഹല്ലേലൂയൊക്കെ കള്ളമായിരുന്നു, അല്ലെ? വേറൊരുത്തനിലും രക്ഷയില്ല എന്ന് നാം വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ ഒഴിഞ്ഞ കസേരകളിൽ ഇരിക്കേണ്ടവർ ഇവിടെ ഇരിക്കാത്തതിന്റെ ആ ഉത്തരവാദിത്വത്തിന്റെ, ആ കുറ്റബോധത്തിന്റെ ഒരു പങ്ക് നമുക്കും തോന്നിയേനെ, അല്ലെ? അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പൊ വേദന വരുന്നുണ്ടോ ഇല്ലേന്ന് തന്നെ വ്യക്തമാകും. അപ്പോൾ 2 വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിക്കാൻ പോകുന്ന വിഷയം ഇതാണ്: സുവിശേഷീകരണം.
സുവിശേഷീകരണത്തെ കുറിച്ച് സംസാരിക്കാനാണ് ദൈവാത്മാവ് എനിക്കിന്ന് പ്രേരണ തരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടാൻ വേറൊരു നാമമില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന വസ്തുതയാണ്, നിങ്ങൾ സുവിശേഷീകരണത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം മറ്റു നാമത്തിലൊക്കെ പോയാലും ഒരു കുഴപ്പമില്ലെന്ന്. നമ്മുടെയൊക്കെ ചുറ്റും ഒരുപാട് പേരിങ്ങനെ വേറെ പല നാമത്തിൽ, അവരുടെ സ്വന്തം നാമത്തിലൊക്കെ വിശ്വസിച്ച് പോകുന്നുണ്ട്. നമുക്കതിലൊരു കുഴപ്പമില്ല. അതെന്താ സൂചിപ്പിക്കുന്നത്? ഈ വാക്യമൊക്കെ വായിച്ച് ഇതുപോലൊരു പ്രസംഗകൻ നിന്നിട്ട് കൈപൊക്കാനും ഹല്ലേലൂയ പറയാനും പറഞ്ഞാൽ നമ്മളൊക്കെ കൈപൊക്കും. പക്ഷെ ശരിക്കും ഇത് പത്രോസിന്റെ വചനമേ ആയുള്ളൂ, നമ്മുടെ വചനമായിട്ടില്ല. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ക്രിസ്തുവിൽ കടന്നു വരാത്തപ്പോഴും ഒരു കൂസലും ഇല്ലാത്തത്. അല്ലേ? കിടന്നൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും രാത്രി? ഇത് പറഞ്ഞ ആർക്കെങ്കിലും ഉറക്കം? മറ്റേ ബിസിനസിന്റെ കാര്യവും ഈ ആഴ്ച പൈസ എങ്ങനെ കൊടുക്കും അതല്ല. രക്ഷിക്കപ്പെടാത്തവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞ ആർക്കെങ്കിലും ഉറക്കം പോയിട്ടുണ്ടോ? അല്ലേ? നമ്മളെല്ലാം ഉറങ്ങും, സുഖമായിട്ടുണ്ടോ? നമുക്കൊരു കുഴപ്പമില്ല. കാരണം ഇത് പൂർണ്ണമായിട്ടൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ വിശ്വാസം വചനവുമായിട്ട് ചേർന്ന് വന്നിട്ടില്ല. വചനത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. 1-2 വാക്യങ്ങൾ മാത്രം, ഞാൻ ഒരുപാട് വലിയ ഉപദേശത്തിന് സമയമെടുക്കുന്നില്ല. നമുക്കറിയാവുന്ന ചില വാക്യങ്ങൾ സഹോദരങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിക്കണം. വളരെ വേഗത്തിൽ നിങ്ങളുടെ ഓർമ്മയിലൊന്ന് കൊണ്ടുവരാൻ വേണ്ടി മാത്രം. അല്ലെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാം. യോഹന്നാൻ 14:6 എല്ലാവർക്കും കാണാപ്പാഠമാകേണ്ട ഒരു വാക്യം അല്ലെ. യോഹന്നാൻ 14:6 എന്താ? യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ സ്വർഗം എന്നാ പറയുന്നത്. സ്വർഗം എന്നല്ല വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിതാവിന്റെ അടുക്കൽ വരികയില്ല, ദൈവത്തെ കിട്ടത്തില്ല. ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാൻ ഒരേ ഒരു മുഖാന്തരമേ ഉള്ളൂ, മാർഗമേ ഉള്ളൂ, വഴിയേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു തന്നെ പറഞ്ഞതാ. അല്ല പിന്നെ യേശുക്രിസ്തുവിന്റെ അനുയായികൾ ഉണ്ടാക്കിയെടുത്തതല്ല ഈ ഇടുങ്ങിയ ചിന്താഗതി. നമ്മുടെ നാട്ടിലൊക്കെ പറയും എന്ത് ഇടുങ്ങിയ ചിന്താഗതി, അവരുടെ ദൈവത്തെ മാത്രമേ ഉള്ളൂ രക്ഷയെന്ന്. ഇത് പറഞ്ഞതാരാ? ആദ്യം പത്രോസിന് മുൻപേ യേശുക്രിസ്തു തന്നെ പറഞ്ഞതാണ്. എല്ലാവരും പറയാറുണ്ടല്ലോ വളരെ സ്നേഹവാനായ യേശുക്രിസ്തു എന്ന്, അല്ലെ? രക്ഷിക്കപ്പെടാത്തവരും സമൂഹത്തിലുള്ളവരും ഒക്കെ പ്രശ്നം. ഈ സ്നേഹവാനായ യേശു തന്നെ പറഞ്ഞത്, ഞാൻ എന്നിക്കൂടെ ഉള്ള രക്ഷയാണ്. എനിക്ക് മുമ്പേ വന്നവന്മാരെല്ലാം കള്ളന്മാരെന്നും കൂടെ യേശു പറഞ്ഞിട്ടുണ്ട് യോഹന്നാനിൽ, അല്ലെ? എന്നിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയുള്ളൂ. അത് തന്നെയാണ് പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ഒരേ ഒരു നാമമേ നൽകിയിട്ടുള്ളൂ. ഒന്നുകൂടെ വായിക്കാം. 1 തിമോത്തി 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 1 തിമോത്തി 2, 5, 6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഏക സത്യ ദൈവം. അല്ല, ദൈവങ്ങൾ ഇല്ല, ദൈവമേ ഉള്ളൂ. ആ ദൈവവും മനുഷ്യനും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, സകലർക്കും മറുവിലയായി നൽകിയ യേശുക്രിസ്തു. സകലർക്കും മറുവിലയായി, പകരക്കാരനായി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തു മാത്രമാണ് ആ മുഖാന്തരം. അല്ലാതെ നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല, ദൈവത്തിന്റെ അടുക്കൽ എത്തത്തില്ല, ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കത്തില്ല, ദൈവക്രോധത്തിൽ നിന്ന് ഒരു രക്ഷയും പ്രാപിക്കാൻ പോകുന്നില്ല. പാപത്തിന്റെ ശമ്പളമായ ദൈവക്രോധത്തിന്റെ മരണം, നിത്യമരണം സകല മനുഷ്യരും പ്രാപിക്കും. യേശുക്രിസ്തു മറുവിലയായി പകരക്കാരനായി ക്രൂശിൽ മരിച്ച ആ യാഗത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷ കിട്ടും. കേട്ടോ? അപ്പൊ വചനത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നായി പറയുന്ന, പക്ഷേ നമുക്ക് ചുറ്റും ആളുകൾ നശിച്ചു പോയാലും നമുക്കൊരു കൂസലുമില്ല, അല്ലേ? എത്രയോ പേരെ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ അവരോട് ഇതൊന്നും പറയാറില്ലല്ലോ, വാ തുറക്കാറില്ല. യേശുവിന് വേണ്ടി വാ തുറക്കാൻ മടി. സിനിമ കണ്ടാൽ വാ തുറക്കാൻ ഒരു മടിയുമില്ല, അല്ലെ? മറ്റു കാര്യം, ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കൊരു മടിയുമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ഭയങ്കര മടി. ബാക്കി എല്ലാം വാ തുറന്ന
അയ്യോ, എന്തൊരു ശബ്ദമാ അല്ലേ? അപ്പൊ ഒന്നാമത്തെ വസ്തുത ഇതാണ്, മറ്റൊരു രക്ഷകൻ ഇല്ല. ഇനി രണ്ടാമത്തെ സത്യാവസ്ഥ നിങ്ങളെ ചൂണ്ടിക്കാണിക്കട്ടെ. റോമാലേഖനം 10-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 10-ാം അധ്യായം 12 മുതൽ 17 വരെ. ആ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് 12 മുതൽ 17 വരെ വായിക്കുന്നത്. റോമാലേഖനം 10-ന്റെ 12 മുതൽ 17. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ അറിയാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സൂക്ഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾക്ക് കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആമേൻ. ആ 14-ഉം 15-ഉം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിർത്തി വായിച്ചേ. 14-ഉം 15-ഉം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വസിക്കാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഇപ്പൊ വിളിച്ചപേക്ഷിച്ച രക്ഷ വരും. പക്ഷെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വായിച്ചേ. അവർ കേട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? അവ ആദ്യം കേൾക്കണം. ഇനി കേൾക്കണേ എന്തോ ചെയ്യണം? പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും? മതി. ഇപ്പൊ കണ്ടോ, വിളിച്ചപേക്ഷിക്കുന്നവൻ, നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. പക്ഷെ എങ്ങനത്തെ വിളിച്ചപേക്ഷിക്കൽ? വിശ്വാസത്തോടെയുള്ള വിളിച്ചപേക്ഷിക്കൽ. പക്ഷെ വിശ്വാസം വരണേ ആദ്യം എന്തോ വേണം? കേൾക്കണം. ഈ കേൾക്കണേ എന്തോ ചെയ്യണം? പ്രസംഗിക്കണം. അപ്പോ ദൈവം ഈ സുവിശേഷം, ഈ രക്ഷാദൂത് മനുഷ്യരെ അറിയിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? മുഖാന്തരങ്ങളിലൂടെയാണ്. എന്താ മുഖാന്തരം? ഞങ്ങളും നിങ്ങളും, ഞാനും നിങ്ങളും. അല്ലാതെ ദൈവം സ്വർഗത്തിൽ നിന്ന് സ്വപ്നത്തിലോ അല്ലെങ്കിൽ മറ്റേ മൈക്ക് വെച്ച് സ്വർഗത്തിൽ നിന്ന് എല്ലാ മനുഷ്യരോടും കൂവി വിളിച്ച് പറയുകയല്ല. നേരിട്ട് ഇടപെട്ട് പറയാറില്ല ഈ സുവിശേഷം. അറിയാമോ? സുവിശേഷം ദൈവം നേരിട്ടങ്ങ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെട്ടേനെ അല്ലേ? എന്ത് എളുപ്പം. ഞാൻ പണ്ട് കൊച്ചിലെ ആലോചിച്ച, ദൈവം എന്തിനാ ഇത് ഇങ്ങനെ ആക്കി വെച്ചത്? എന്നെ പോലത്തവന്മാര് പറഞ്ഞിട്ടിനി അവരാര് കേൾക്കാനാ? ദൈവം അങ്ങ് വെച്ചത് അവിടെ മണ്ടേന്ന് ഹോ എന്ന് പറഞ്ഞ് സംസാരിച്ചാൽ പോരെ അല്ലെ? ഒരു ഇടി മുഴക്കം കേൾക്കുമ്പോൾ എല്ലാവരും എന്റെ പുത്രനിൽ. പണ്ടൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടുമുണ്ട്. മരരൂപാമലയിൽ ദൈവം പറഞ്ഞു ഉണ്ടായിരുന്ന എന്റെ പുത്രനെ കേൾക്കുക. ഇതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. ആണ് ഞാൻ പറഞ്ഞ വ്യവസ്ഥയാണ് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. രക്ഷാദൂത് അറിയിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നത് വിശ്വാസികളെയാണ് അല്ലേ? അപ്പൊ നമ്മൾ അറിയിക്കുമ്പോൾ അവര് കേട്ട് വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ രക്ഷിക്കപ്പെടുമെന്നായി പറഞ്ഞത് അല്ലേ? അപ്പൊ ദൈവം നേരിട്ട് അറിയിക്കുന്നില്ല. ദൈവം ദൂതന്മാരെ അയക്കുമോ? അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ നമുക്കൊന്ന് വേഗം ഓടിച്ചു വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10. ചിലർക്ക് ഈ സംഭവമൊക്കെ അറിയാമായിരിക്കും, എങ്കിലും അറിഞ്ഞൂടാത്തവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. കൊർന്നല്യോസ് എന്ന് പേരുള്ള ഒരു പട്ടാളക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ശക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് അധിക ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ യഹൂദൻ അല്ലെങ്കിൽ പോലും യഹൂദന്മാരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നറിയുന്ന ദൈവഭക്തനായിരുന്നു. അങ്ങനെ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു, ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പോയി. വായിച്ചാട്ടെ. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു. രാവിലെ പ്രാർത്ഥിക്കാനായി പോയപ്പോ ദൈവദൂതൻ വീട്ടിലിറങ്ങി വരുന്നു. മാലാഖ വീട്ടിലിറങ്ങി വന്നു. എന്നിട്ട് തന്നോട് പറയുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയമനവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളെ വെച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അതാണ് ദൈവത്തിന്റെ ദൂത്. നീ പോയി പത്രോസിനെ വിളിച്ചോണ്ട് വരിക. ദൂത് എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു പത്രോസിനെ വിളിച്ചോണ്ട് വരികയാണ്. ഇനി നമുക്ക് അതിന്റെ 30-ാമത്തെ വാക്യം മുതൽ 43-ാം വാക്യം വരെ വായിക്കാം. 30 മുതൽ 43 ഒരുമിച്ച് അങ്ങ് വായിച്ചോ. അതിന് കൊർന്നല്യോസ്, 4-ാമത്തെ നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ശുഭ്രവസ്ത്രം ധരിച്ചൊരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർന്നേലിയോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളെ അയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കാം. അവൻ കടൽപ്പുറത്ത് തൊൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളെ അയച്ചു. നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുരക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിയത് കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മനുഷ്യരെ തുതിക്കുന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജലത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മനുഷ്യരിൽ നിന്ന് ഉയർത്തെഴുന്നേൽച്ച ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവന് വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ആമേൻ. അപ്പൊ കണ്ടോ, രാവിലെ പ്രാർത്ഥിക്കാൻ പോയപ്പോ മാലാഖയൊക്കെ വന്നെങ്കിലും പോയി പത്രോസിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് പത്രോസ് പ്രസംഗിച്ച് അവസാനം പറയുകയാണ്, ഈ മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പാപമോചനമുള്ളൂ. എന്തുകൊണ്ട് ഈ മാലാഖ പറഞ്ഞില്ല? ആദ്യം അതെന്ന് പറഞ്ഞാൽ പോലെ അല്ലേ? ഇതിനിടെ ഒരുപാട് കഥ നമ്മൾ വിഴുങ്ങി അല്ലേ, പത്രോസിനെ കൊണ്ടുവരാനും. അപ്പൊ കണ്ടോ, മാലാഖയൊന്നും ദൈവം അയക്കത്തില്ല സുവിശേഷം അറിയിക്കാൻ, നമ്മളെ അയക്കുന്നു അല്ലേ? അപ്പൊ ദൈവം സ്വമേധയാ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് പറയത്തില്ല, ദൈവം മാലാഖയെ അയച്ചും സുവിശേഷം അറിയിക്കത്തില്ല. പിന്നെ ആരെ അയക്കുന്നേ അറിയാവോ? വായിക്കാം. യോഹന്നാൻ 20:21. എല്ലാം വചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ദൈവമാണ് ഇത് പറയുന്നത്, അല്ലാതെ പ്രസംഗകൻ പറയുന്ന കാര്യങ്ങളൊന്നുമേ അല്ല. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഈ 20:21 തൊട്ടു മുമ്പുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുക്രിസ്തു അവിടെ കടന്നു വന്നപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാരും കണ്ടോ അത്? 20ാമത്തെ വാക്യത്തിൽ അല്ലെ, ശിഷ്യന്മാർ സന്തോഷിച്ചു, അല്ല അപ്പോസ്തലന്മാർ സന്തോഷിച്ചു എന്നല്ല, സകല ശിഷ്യന്മാരും ഉണ്ട് അവിടെ. ആ സകല സന്തോഷിച്ച ശിഷ്യന്മാരോട് 21ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എങ്ങോട്ട് അയക്കുന്നു? 17:18. യോഹന്നാൻ 17:18. കർത്താവിന്റെ പ്രാർത്ഥനയാണ്, ഒന്ന് കേൾക്കുക. യോഹന്നാൻ 17:18. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചു. അപ്പൊ എങ്ങോട്ടാ നമ്മളെ അയക്കുന്നേ? ലോകത്തിലേക്ക്. അപ്പൊ കണ്ടല്ലോ, യോഹന്നാൻ 20:21 പറഞ്ഞിരിക്കുന്നു, എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ അയക്കുന്നു. എങ്ങോട്ട് അയക്കുന്നു? ലോകത്തിലേക്ക് അയക്കുന്നു. ഇനി എന്തിനാ പുത്രനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ച? യോഹന്നാൻ 3:17-18. യോഹന്നാൻ 3:17-18. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്, ദൈവം പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനല്ല, അവനാൽ രക്ഷിപ്പെടാൻ തന്നെ. 18. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാതെയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ന്യായവിധി അല്ല എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാവിധിയില്ല, പണിഷ്മെന്റ് ഇല്ല, ജഡ്ജ്മെന്റ് ഉണ്ട് വിശ്വാസികൾക്കും. പക്ഷെ രക്ഷിക്കപ്പെടും വിശ്വസിച്ചാൽ. ഏതിൽ നിന്ന്? ശിക്ഷാവിധിയിൽ നിന്ന്, ദൈവക്രോധത്തിൽ നിന്ന്. കേട്ടോ? അപ്പൊ ആ വാക്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് ഒന്നുകൂടെ ചിന്തിച്ച്. യോഹന്നാൻ 20:21 പറഞ്ഞിരിക്കുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എങ്ങോട്ട് അയക്കുന്നു? 17:18 പറഞ്ഞിരിക്കുകയാണ്, ലോകത്തിലേക്ക് അയക്കുന്നു അല്ലെ?
അത് കഴിഞ്ഞ് 3:17-18 വായിക്കുമ്പോൾ അറിയാം എന്തിനാ പുത്രനെ പിതാവ് അയച്ചത്. പുത്രനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം, അവനിൽ രക്ഷിക്കപ്പെടണം. എന്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം? നിത്യന്യായ വിധിയിൽ നിന്ന് രക്ഷിക്കണം. അതുകൊണ്ട് എല്ലാം സ്പഷ്ടമല്ലേ? അപ്പൊ നമ്മളെ ഭൂമിയിൽ ഈ ലോകത്തിലേക്ക് പുത്രനായ യേശുക്രിസ്തു എന്തിനാ അയച്ചിരിക്കുന്നേ? ദൂതന്മാര് വഴിയല്ല ഈ ദൂത് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് സ്വപ്നമൊന്നും കൊടുക്കാറില്ല. നമ്മൾ പോയി ഈ ദൂത് പറയണം. പുത്രനിൽ മാത്രം രക്ഷ. നമ്മളാണ് ഇതിനു വേണ്ടി വിളിക്കപ്പെട്ട സാക്ഷികൾ, അല്ലെ? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം, അതായത് അവസാനത്തെ അധ്യായം, ലൂക്കോസിന്റെ അവസാനത്തെ 24-ാം അധ്യായം 46 മുതൽ 48. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. കേട്ടോ, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. നമ്മൾ എന്താണ്? സാക്ഷികളാണ് നമ്മൾ, അല്ലെ? എന്തിന്റെ സാക്ഷികൾ? ക്രിസ്തു കഷ്ടം സഹിച്ചു, മരിച്ചു, പുനരുത്ഥാനം പ്രാപിച്ചു. ഇനി അവനിൽ വിശ്വസിക്കുന്നവർ, മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു. കണ്ടോ, നമ്മൾ സാക്ഷികളാണ്. നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ലോകം ഈ പുത്രനെ അറിഞ്ഞ് രക്ഷിക്കപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ രണ്ടാമത്തെ വസ്തുത എന്താണ്? നമ്മളിലൂടെയാണ് സുവിശേഷം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലേണ്ടത്, അല്ലെ? നമ്മൾ റോമർ 10 കണ്ടല്ലോ. നമ്മൾ സുവിശേഷം അറിയിച്ച് അവരത് കേട്ട് വിശ്വാസം വന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് രക്ഷ. അപ്പൊ നമ്മൾ പറയാതിരുന്നാലോ? അവർ കേൾക്കത്തില്ല. അവർ കേൾക്കാതിരുന്നാലോ? അവർ വിശ്വസിക്കത്തില്ല. അവർ വിശ്വസിക്കാതിരുന്നാലോ? വിളിച്ചപേക്ഷിക്കത്തില്ല. വിളിച്ചപേക്ഷിക്കാതിരുന്നാലോ? അവർ രക്ഷിക്കപ്പെടത്തില്ല. അപ്പൊ കണ്ടോ, ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് വസ്തുതകളും വചനത്തിൽ വളരെ വ്യക്തമാണ്. വേറൊരു രക്ഷകനില്ല. ഇനി രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ദൂത് നമ്മൾ പറഞ്ഞാലേ വിശ്വാസം ജനിക്കത്തുള്ളൂ, അല്ലെ? നമ്മൾ പ്രസംഗിക്കാതിരുന്നാൽ, നമ്മൾ പ്രസ്താവിക്കാതിരുന്നാൽ, നമ്മൾ പങ്കുവെക്കാതിരുന്ന കേൾവിക്കാരന് വിശ്വാസം എവിടുന്ന് വരും? അപ്പൊ നമ്മൾ സുവിശേഷീകരണം ചെയ്യാതിരുന്നാൽ ദൈവം സ്വപ്നം കൊടുത്ത് രക്ഷിച്ചോളൂ എന്നാ നമ്മുടെയൊക്കെ വിചാരം. ഇവിടെ അങ്ങ് പ്രാർത്ഥനയാണ്. അഴൂർ പഞ്ചായത്ത് രക്ഷിക്കപ്പെടട്ടെ, വാതുറക്കാറുമില്ല. അഴൂർ പഞ്ചായത്ത് രക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? രക്ഷിക്കപ്പെടുവോ? ഇല്ല. എഴുതി വെച്ചോ? ഇല്ല. ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. നമ്മൾ വാതുറക്കാതിരുന്നാൽ ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ദൈവത്തിന്റെ വ്യവസ്ഥയാണിത്. ഈ രക്ഷാദൂത് കൈമാറേണ്ടത് ഇതിലൂടെ രക്ഷ പ്രാപിച്ച വിശ്വാസികൾ, സാക്ഷികളാണ് ഇതിന് ദൂത് പറയേണ്ടത്. അല്ലാതെ ഇതിനെക്കുറിച്ച് അറിവുള്ള ദൂതന്മാര് പറഞ്ഞിട്ട് കാര്യം. ഇത് അനുഭവിച്ചറിഞ്ഞ സാക്ഷികൾ പറയണം യേശുക്രിസ്തുവിൽ രക്ഷയുണ്ടെന്ന്. കണ്ടോ? അപ്പൊ ഈ രണ്ട് വസ്തുതകളും കൂടെ ചേരുമ്പോൾ ഇതിനെ നമ്മളൊരു കണക്കായിട്ട് കൂട്ടിയാൽ ആകത്തുക എന്താണെന്നറിയാവോ? സുവിശേഷീകരണത്തിന്റെ ഗൗരവം. സുവിശേഷീകരണത്തിന്റെ ഗൗരവം, അർജൻസി, അല്ലെ? നമ്മൾ ഈ ആശുപത്രി പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം അത്യാഹിത വിഭാഗം. കണ്ടിട്ടില്ലേ? എമർജൻസി. എന്തോ എമർജൻസി? വളരെ പെട്ടെന്ന് പരിചരിച്ചില്ലേ ചത്തുപോകും. മറ്റേ വേറെ വിഭാഗങ്ങളൊക്കെ 3-4 ദിവസമൊക്കെ കിടത്തി, 4-5 ദിവസം, മാസങ്ങളോളമൊക്കെ കിടത്തി പരിചരിക്കാം. അത്യാഹിത വിഭാഗം പെട്ടെന്ന് പരിചരിച്ചില്ല, പിന്നെ അവസരമില്ല, അല്ലെ? എന്ന് പറഞ്ഞ പോലെ തിടുക്കത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്യാഹിത വിഭാഗം. എന്ന് പറഞ്ഞ പോലെ സുവിശേഷീകരണം നാളെ ആകട്ടെ, അടുത്ത വർഷം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സുവിശേഷീകരണം തിടുക്കത്തിൽ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ചെയ്യണം. അപ്പൊ ആ സുവിശേഷീകരണത്തെ കുറിച്ച് സൂചിപ്പിക്കുവാൻ ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:17 മുതൽ 6:2 വരെ. 2 കൊരിന്ത്യർ 5:17 മുതൽ 6:2 വരെയുള്ള വാക്യങ്ങൾ. അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കേട്ടല്ലോ? അവൻ നമ്മെ ക്രിസ്തുവിനോട് നിരപ്പിച്ചിട്ട് നമുക്ക് എന്ത് തന്നിരിക്കുന്നു? നിരപ്പിന്റെ ശുശ്രൂഷ തന്നിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ. അടുത്ത വാക്യം. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ, പാപങ്ങളെ കണക്കിടാതെ
ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകും. ലോകത്തെ നിരപ്പിക്കൂ. അതാണ് ക്രൂശിൽ സംഭവിച്ചത്. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം ബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരവരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു പ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ആദ്യം പറഞ്ഞത് കണ്ടോ, നമ്മെ നിരപ്പിച്ചിട്ട്, അതായത് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമായി പറയുന്നത്. ക്രിസ്ത്യാനിയായാൽ പോരാ, ദൈവത്തിൽ, അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച രക്ഷിക്കപ്പെട്ട അനുഭവമുള്ളവർക്ക് നിരന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് കൊടുത്തു? നിരപ്പിന്റെ ശുശ്രൂഷ കൊടുത്തു. ഇനി നിരപ്പിന്റെ ശുശ്രൂഷയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിരപ്പിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ നിരപ്പിന്റെ വചനം? ക്രൂശിൽ ദൈവം ലോകത്തിന്റെ പാപം കണക്കിടാതെ ലോകത്തെ നിരപ്പിച്ചു, അല്ലെ? അവര് ആ പഴയ ബന്ധത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ തുറന്നു, നിരപ്പിച്ചു, അല്ലെ? ഇതാണ് നിരപ്പിന്റെ വചനം. ഇത് നമ്മൾ പോയി പറയണം എന്നാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മൾ അപേക്ഷിക്കുന്നു, നമ്മൾ പ്രബോധിപ്പിക്കുന്നു, അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്: ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ദൈവം അപേക്ഷിക്കുന്നു, ഞങ്ങൾ ക്രിസ്തുവിന് പകരക്കാരായി, ക്രിസ്തുവിന്റെ അതരങ്ങളായി അപേക്ഷിക്കുന്നു, അല്ലെ? അപേക്ഷിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. അവിടെ ആ അപേക്ഷ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലൊക്കെ ബെഗ്ഗെന്ന്, യാചിക്കുകയാണ് നമ്മൾ, കേട്ടോ. അവിടെ ഒരു ധൃതി, ഒരു തിടുക്കമുണ്ട്. അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന പോലെയാണ്, നിങ്ങൾ മരിച്ചു പോകും. അപ്പൊ അവിടെ വളരെ അർജന്റാണ്, വളരെ ധൃതിയിൽ, തിടുക്കത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്തില്ലേ പോകാം. അപ്പൊ കണ്ടോ, ഇവിടെ ഈ നിരപ്പിന്റെ ശുശ്രൂഷയെ കുറിച്ച് പൗലോസിന് ബോധ്യമുള്ളതുകൊണ്ട് പുള്ളി പറയുകയാണ്: ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങൾ കെഞ്ചുന്നു, ഞങ്ങൾ യാചിക്കുന്നു, നിങ്ങൾ ദൈവവുമായിട്ട് നിരന്നുകൊള്ളുക, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഇന്നാകുന്നു രക്ഷാദിവസം, അല്ലെ? ഇത് രക്ഷിക്കപ്പെട്ട് ദൈവമായിട്ട് നിരന്ന സകലർക്കും ഉണ്ട് ഈ ശുശ്രൂഷ. നമ്മളൊക്കെ ആരോടെങ്കിലും കെഞ്ചുന്നുണ്ടോ? അപേക്ഷിക്കുന്നുണ്ടോ? പ്രബോധിപ്പിക്കുന്നുണ്ടോ? ദൈവമായിട്ട് നിരന്നുകൊള്ളുക, ക്രിസ്തുവിൽ നിരന്നുകൊള്ളുക എന്ന് ആരോടെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പൊ ചുമ്മാ അല്ല ഞാൻ നേരത്തെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാൻ പറഞ്ഞേ. ഈ ഒഴിഞ്ഞ കസേരയൊക്കെ കിടക്കുന്നതിന്റെ ഉത്തരവാദി ഇപ്പൊ ഞാനാ. നിങ്ങൾ പറയണം ഞാനാ. ഈ വചനവേദ ഭാഗം പറയുന്നത് നിരന്ന സകലർക്കും നിരപ്പിന്റെ ശുശ്രൂഷയുണ്ട്, നിരപ്പിന്റെ വചനം മറ്റുള്ളവരോട് പറയുവാനുണ്ട്. ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി, അല്ലെ? സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ അംബാസിഡർ. ഇപ്പൊ ഇന്ത്യക്ക് അംബാസിഡർ ഉണ്ട്. അമേരിക്കയിലും കണ്ട എല്ലാ രാജ്യത്തും നമ്മൾ നമ്മുടെ പ്രതിനിധിയെ അയച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നത് ആ വ്യക്തിയായിരിക്കും, അല്ലെ? റഷ്യയിൽ നമ്മുടെ അംബാസിഡർ ഉണ്ട്. അതുപോലെ അവരുടെ രാജ്യത്തിന്റെ അംബാസിഡർ നമ്മുടെ ഇവിടെയുണ്ട്. അതിന് പറയുന്ന പേരാണ് സ്ഥാനാപതി. അപ്പൊ ക്രിസ്തുവിന്റെ സ്ഥാനാപതി ആരാ? അത് അപ്പോസ്തലൻ പൗലോസ് എന്നാണ് അവിടെ പറഞ്ഞത്. ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച സകലർക്കും നിരപ്പിന്റെ ശുശ്രൂഷയുണ്ട്. നമ്മളെല്ലാവരും ഓരോ സ്ഥാനാപതിമാരാണ്. നമ്മളെല്ലാവരും ചില പ്രത്യേക കൂട്ടങ്ങളിൽ ദൈവത്തിന്റെ ഏകസാക്ഷി നമ്മളായിരിക്കും. നമ്മളെ അയക്കുന്ന ആ ലോകം അതായിരിക്കും. അവിടെ വേറെ ആരുമില്ല, ഒരു സഹോദരനില്ല, ഒരു സഹോദരിയില്ല, സഭയിലെ വേറെ ആരുമില്ല. നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടേക്കാണ് യേശുക്രിസ്തു നിങ്ങളെ അയച്ചിരിക്കുന്നത്. പുത്രനിലൂടെ ആ കൂട്ടം ജനം രക്ഷിക്കപ്പെടുവാൻ. അത് നമ്മുടെ കുടുംബമായിരിക്കും, നമ്മുടെ അയൽപ്പക്കമായിരിക്കും, നമ്മളവിടെ ജോലി ചെയ്യുന്നവരായിരിക്കും. അവിടെ ഒന്നും ഈ സഭയിലുള്ള ആരും വരാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെയാണ് അവിടുത്തെ ഏകസാക്ഷി. നിങ്ങൾക്കാണ് നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പലപ്പോഴും വിശ്വാസികള് സുവിശേഷീകരണം ഒരു ഉത്തരവാദിത്വമായിട്ട് കാണാറില്ല, ഒരു മെനക്കേടായിട്ട് കാണാറുള്ളൂ. പിന്നെ ആരെങ്കിലും കുത്തി, അതായത് കുറച്ച് ഇതുപോലെ വല്ലതും പ്രസംഗിച്ച് നമുക്കൊരു ബോധമൊക്കെ വന്ന് പിന്നെ ഒരു കുറ്റബോധമൊക്കെ വന്നിട്ട് അതിന്റെ പുറത്ത് ചെയ്യലാണ്. അല്ല, ഇത് നമുക്ക് എപ്പോഴും വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് വിശ്വസ്തയോടെ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതില് ഈ അപ്പോസ്തലൻ കാണിക്കുന്നത് പോലെ ഒരു തിടുക്കം വരണം.
കാരണം പുള്ളിക്കറിയാം മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരു രീതിയിലും ഈ ജനം രക്ഷാദൂത് കേൾക്കയില്ല, ഞാൻ പറയണം. അതോ ഇത് രണ്ടും മനസ്സിലാക്കുമ്പോഴാണ് സുവിശേഷീകരണം എത്ര അനിവാര്യമാണെന്ന് നമ്മുടെ ഉള്ളത്തിൽ ഒരു ബോധ്യം വരുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്തവർ എങ്ങനെ രക്ഷിക്കപ്പെടും? നിങ്ങൾ വാ തുറക്കണം, അല്ലാതെ ആരും രക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല, അല്ലേ? ഈ രക്ഷാദൂത് അവർ കേൾക്കാതെ, അവർക്ക് ബോധ്യം വരാതെ, അവർ വിളിച്ചപേക്ഷിക്കാതെ അവർ രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ ഇന്നത്തെ ഈ പ്രബോധനം ഇതാണ്: സുവിശേഷീകരണത്തിൽ എരിവുള്ളവരായിരിക്കണം, ഉറക്കം തൂങ്ങുന്നവരാകരുത്. ദയവുചെയ്ത് ഈ സഭയോടുള്ള ദൂതായി. അതായത് പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റും, ലോകമെമ്പാടും വിശ്വാസികൾക്ക് സുവിശേഷീകരണത്തിൽ യാതൊരു എരിവും ഇല്ലാത്ത ഒരു കൂട്ടരാണ്. ഇന്നും അങ്ങനത്തെ സഭകളും വർദ്ധിച്ചു വരികയാണ്. ആരെ നേടൊന്നും വേണ്ട, നിന്റെ മറ്റേ കടവും നിന്റെ മറ്റേ ജോലിയും നേരെയാക്കാൻ ഇവിടെ ഒരു കുപ്പിന്ന് വന്ന ഭൂതം പോലൊരു ദൈവം എടുത്തിട്ടുണ്ട്. അതല്ല യഥാർത്ഥ വചനത്തിലെ സഭ, അല്ലെ? അപ്പൊ സുവിശേഷീകരണം നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യം വരണം. സുവിശേഷീകരണത്തിന് എരിവും തീക്ഷ്ണതയും വേണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 40 ആഴ്ച മുമ്പ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഉൽപ്രാവണത്തെ കുറിച്ചാണ് പഠിപ്പിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അല്ലേ? ആർക്കും ഓർമ്മയില്ല? സഭയുടെ ഉൽപ്രാവണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു, അല്ലേ? കർത്താവിന്റെ രണ്ടാം വരവിന്റെ വെളിച്ചത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അവന്റെ വരവിനായി ഒരുങ്ങി ജീവിക്കേണ്ടവരാണ്. വരവെന്ന് പറയുമ്പോൾ കർത്താവിന്റെ പരസ്യ വരവുണ്ട്, അതുപോലെ തന്നെ സഭയെ എടുക്കുവാനായിട്ട് ഉൽപ്രാവണം ചെയ്യാനായിട്ടുള്ള ഒരു വരവുണ്ട്, അല്ലെ? അതിൽ ഈ പരസ്യ രണ്ടാം വരവിന് ഒരുപാട് അടയാളങ്ങളൊക്കെ ഉണ്ട്. അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ ഈ വിഷയമായിട്ട് ചേർത്ത് പറയുകയാണ്. പരസ്യമായ കർത്താവിന്റെ രണ്ടാം വരവിന് അടയാളങ്ങളൊക്കെ ഉണ്ട്. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, ഇങ്ങനെ കുറെ ഉണ്ട്. ഇസ്രായേലുമായിട്ട് സംബന്ധിച്ച് അടയാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഉൽപ്രാവണത്തിന് ഒരടയാളവുമില്ല. വിശ്വാസികളെ സംബന്ധിച്ച് കർത്താവിന് എപ്പോ വേണേ വരാം. അതിന് യുദ്ധവും വേണ്ട, ക്ഷാമമൊന്നും വേണ്ട. ആകെക്കൂടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 11-ാം അധ്യായത്തിൽ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുമ്പോൾ പിന്നെ കർത്താവ് ഇസ്രായേലിലേക്ക് തിരിയും. അപ്പൊ സഭ എടുക്കപ്പെടും. അപ്പൊ ജാതികളുടെ പൂർണ്ണസംഖ്യ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ എത്ര പേരാ ഈ രക്ഷിക്കപ്പെട്ട് സഭയിൽ ചേരേണ്ടത്. അത് എന്ന് തികയുന്നോ, അത് ചിലപ്പോ ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ് തീർന്നാ നമ്മളെല്ലാം പോയി. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എപ്പോ വേണേ കർത്താവ് മടങ്ങി വരാം. മാറാനാഥ. എന്ത് ചെയ്യണം? ഒരുങ്ങി ജീവിക്കണം, വിശുദ്ധിയിൽ ഒരുങ്ങി ജീവിക്കണം. 2, സുവിശേഷീകരണത്തിൽ എരിവുള്ളവരായിരിക്കണം, അല്ലെ? 1 യോഹന്നാൻ 3:1-2 വാക്യം ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ എടുത്ത് വായിപ്പിച്ചിട്ടൊരു വാക്യമാണ്: അവൻ മടങ്ങി വരുമ്പോൾ അവനെ നമ്മൾ കാണും, അവനെ കാണുമ്പോൾ അവനെ പോലെ അവന്റെ സദൃശ്യത്തിലാകും. അത് എന്ന് വേണേ സംഭവിക്കാം. അതുകൊണ്ട് എങ്ങനെ വേണം? ഒരുങ്ങി ജീവിക്കണം. ഈ പ്രത്യാശയുള്ളവൻ തന്നെ തന്നെ നിർമ്മലീകരിക്കുമെന്നാണ് അടുത്ത വാക്യം അവിടെ. അപ്പോ പ്രത്യാശയുണ്ടോ? കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ പോലെ ആകുമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ഒരു കാഴ്ചയായിരിക്കും നിർമ്മലീകരണം. ഇന്നിപ്പോ കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കും. അല്ലാതെ പാപം ചെയ്തിട്ട് മറ്റന്നാൾ മാനസാന്തരപ്പെടാമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? മറ്റന്നാളില്ല. പലരും മാനസാന്തരം ഇങ്ങനെ കൂട്ടി വെക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ വിചാരം കർത്താവ് അത്രയും കാലം വരാൻ പോകുന്നില്ല. എന്നാൽ എപ്പോ വേണേ കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ പാപം വരുന്നു, ആ ബോധം വരുന്നു, അപ്പൊ തന്നെ മാനസാന്തരപ്പെട്ട് ദൈവമായിട്ട് നിരക്കും. ഈ പിന്നീട് ചെയ്യാമെന്നുള്ള അലസത വരത്തില്ല, അല്ലേ? അതുപോലെ തന്നെ വിശുദ്ധിയുടെ കാര്യത്തിൽ മാത്രമല്ല, സുവിശേഷീകരണത്തിലും നമ്മൾ എരിവുള്ളവരായിരിക്കും. കാരണം എന്താ? സുവിശേഷീകരണത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി വീട്ടിലോട്ട് നടന്നു പോകുമ്പോൾ ഒരു അപ്പച്ചൻ നടന്നു പോകുന്നു. ദൈവം പറഞ്ഞു അവനോട് സുവിശേഷം പറയും. നമ്മൾ പറഞ്ഞു നാളെ ആവാം. 2 പ്രശ്നമുണ്ട്. എന്താ അറിയാം? ഈ നാളെ അപ്പച്ചൻ കാണുമെന്ന് ഒരുറപ്പുമില്ല. രണ്ടാമത്തെ പ്രശ്നം, നാളെ നിങ്ങൾ കാണുമെന്ന് ഉറപ്പില്ല. എങ്ങനെ? നിങ്ങൾ ചിലപ്പോൾ ഉൽപ്രാവണം പ്രാപിച്ച് സഭയായിട്ട് പോയി കാണും, അല്ലെ? അപ്പൊ നാളെ നീളെ എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. കാരണം നാളെ ഈ പറയുന്ന അവിശ്വാസി കാണണമെന്നുമില്ല, നാളെ ഈ പറയുന്ന ദൈവസഭ ഭൂമി കാണണമെന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തോ ചെയ്യണം? എപ്പോ ദൈവം അവസരം തന്നാലും മുതലെടുത്തോണം. അത് വിശുദ്ധിയുടെ കാര്യത്തിലും സുവിശേഷീകരണത്തിന്റെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കണം. നാളെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല. എപ്പോഴൊക്കെ ദൈവം അവസരം തരുന്നോ മുതലെടുത്തോണം. കാരണം പിന്നീട് ഒരു അവസരം എന്ന് നമുക്ക് ഒരു ആനുകൂല്യം ഇല്ല. അതുകൊണ്ട് എരിവോടെ സുവിശേഷീകരണം ചെയ്യണം. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇവരൊക്കെ നാളെ കാണുമെന്ന് ഒട്ടും ഉറപ്പില്ല, അല്ലെ? ഇപ്പൊ തന്നെ നിങ്ങളുടെ ഇടയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷം 3 വർഷം ആവുന്നതേ ഉള്ളൂ. ഇതിനിടെ തന്നെ എത്ര മരണം,
അതെ, ഞാൻ തന്നെ ക്രിസ്മസ് യോഗത്തിന് വന്ന് സുവിശേഷീകരണം നടത്തിയ ആ യോഗത്തിൽ ഇരുന്ന 1-2 പേര് ഇപ്പൊ ഇല്ല. അല്ലേ, വളരെ പെട്ടെന്ന്. അത് വയസ്സായ അപ്പൂപ്പൻ മാത്രമല്ല, ചെറുപ്പക്കാരനും പോയി. അപ്പൊ നാളെ ഇവരോടൊക്കെ സുവിശേഷീകരണം നടത്താൻ ദൈവം നമുക്കൊരു അവസരം തരുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. അല്ലേ? എന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കണ്ടൊരു വസ്തുതയാണ്, നമ്മളൊക്കെ രക്ഷാദൂത് പറഞ്ഞില്ലേ ഇവരാരെ രക്ഷിക്കപ്പെടാനും പോകുന്നില്ല. ദൈവം ദൂതനെ അയക്കത്തില്ല, സ്വപ്നത്തിലും വരത്തില്ല, പിന്നെ അങ്ങനെ അവർ രക്ഷിക്കപ്പെടാൻ പോകുന്നത്? അല്ലേ? അപ്പൊ അവർക്കൊക്കെ ഉള്ള കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലേ? ഈ ആത്മാക്കളോടൊക്കെ സുവിശേഷീകരണം ചെയ്യാത്തതിനുള്ള കണക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവം അവസരം തരുമ്പോൾ മുതലെടുത്തോണം. ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് കേട്ട ഒരു സുവിശേഷകന്റെ കഥയുണ്ട്. അത് എപ്പോഴും എനിക്ക് ഓർമ്മ വരും. പുള്ളി രക്ഷിക്കപ്പെട്ടു, ദൈവമായിട്ടൊക്കെ നല്ല ബന്ധത്തിലൊക്കെ ആയപ്പോൾ പുള്ളി പണ്ട് കളിച്ചു നടന്ന ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പൊ ഈ പണ്ട് കളിച്ചു നടന്ന സുഹൃത്തിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ വിശ്വാസിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനെന്ന് പറയാനൊരു ജാള്യത. നമുക്ക് പലപ്പോഴും പല കണ്ണി കണ്ടവരോടൊക്കെ പറയാറിയാം. പക്ഷേ ഫ്രണ്ട്സ്, അല്ലെ, സൗഹൃദം കൂടുതലുള്ളവർ, വീട്ടിലുള്ളവർ, ഇവരോടൊക്കെ സുവിശേഷം പറയാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു അപ്പച്ചനോട് സുവിശേഷം പറയാൻ ഒരു പ്രശ്നമില്ല. കാരണം അങ്ങേർക്ക് എന്നെ അറിഞ്ഞൂടല്ലോ. അപ്പൊ പിന്നല്ലേ നാണക്കേട്, ലജ്ജ ഇതൊക്കെ വരുന്നത്. ഇത് അറിഞ്ഞൂടാത്ത ഇപ്പൊ എനിക്ക് അഴൂർ പഞ്ചായത്തിൽ വന്ന് വാതോരാതെ പ്രസംഗിക്കാം, എന്റെ വീട്ടിൽ പറയാനാണ് പ്രശ്നം. അല്ലേ? അത് ഈ പുള്ളിക്ക് തോന്നി ഒരു ജാള്യതായി. പഴയ നമ്മുടെ കളിച്ച് നടന്ന അവൻ കളിയാക്കും. അപ്പൊ എന്ത് ചെയ്തു? പുള്ളി മാറ്റി വെച്ചു. അവസാനം ദൈവമായിട്ടുള്ള ബന്ധം ഇത് ഉലയ്ക്കുന്നു എന്ന് മനസ്സിലാക്കി പുള്ളി സമാധാനത്തിന് വേണ്ടി പുള്ളി വേറൊരു സിറ്റിയിലായിരുന്നപ്പോൾ ഇരുന്നൊരു കത്ത് എഴുതി. എടാ സഹോദര, ഞാനിങ്ങനെ കർത്താവിൽ വന്നു, ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ, ഇതാണ് സുവിശേഷം, നീയും വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ലഘുലേഖ പോലൊക്കെ എഴുതി അയച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ലെറ്റർ ഇങ്ങോട്ട്. ആ പുള്ളിയുടെ സഹോദരൻ ഈ കത്ത് വരുന്നതിന്റെ തലേ ദിവസം ഇവൻ മരിച്ചു പോയത് കണ്ടോ. ഇപ്പൊ വെച്ച് നീട്ടി അവസാനം മരിച്ചു കഴിഞ്ഞ അടുത്ത ദിവസം കത്തെത്തി. അപ്പൊ ഈ സുവിശേഷകന് മനസ്സിലായി, അവസരമൊന്നും എപ്പോഴും ഇല്ല, പാഴാക്കി കളയരുത്. നമ്മൾ ചിലപ്പോൾ ഇന്ന് സുവിശേഷം പറയുന്ന ആള് നാളെ മരിക്കാൻ ഇരിക്കുകയായിരിക്കും. പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ പോകുന്ന ആളായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടും. നമുക്ക് ദൈവം ഒരു അവസരം തരുമ്പോൾ സുവിശേഷീകരണം നടത്തണം, സുവിശേഷം പറയണം. അപ്പോ ഞാൻ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ ഓർമ്മിപ്പിച്ച് പ്രബോധനം ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. നമ്മൾ കണ്ട 2 വസ്തുതകൾ വളരെ ലളിതമാണ് ഈ സന്ദേശം, പക്ഷെ ഗൗരവമാണ് കൂടുതൽ. അല്ലെ? നമ്മൾ കണ്ട 2 വസ്തുതകൾ എന്താണ്? ഒന്ന്, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ ദൈവം നൽകിയിരിക്കുന്ന ഏകനാമം യേശുക്രിസ്തു. വേറൊരു രക്ഷകനില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ. നമ്മൾ ചിലരൊക്കെ ആളുകൾ മരിക്കുമ്പോൾ പറയും, അയാൾ നല്ല ആളായിരുന്നു. നല്ല ആളായിട്ടൊന്നും കാര്യമില്ല. ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കാൻ സ്വന്തം പ്രവൃത്തികളാൽ കഴിയില്ല. അത് ഏത് മനുഷ്യനും ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ. രണ്ടാമത്തത്, ഈ രക്ഷാദൂത് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അവരോട് പറയണം. അല്ലെ? നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവരത് കേട്ട് വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് രക്ഷ കടന്നു വരുന്നത്. നമ്മളാണ് സാക്ഷികൾ. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അല്ലെ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ ജീവിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായി. രക്ഷിക്കപ്പെട്ടതിന്റെ അടുത്ത ദിവസം മരിച്ച് നമുക്ക് സ്വർഗത്തിൽ പോയിരുന്നല്ലോ. എന്തിനാ ഈ തൊല്ല, ഈ കഷ്ടപ്പാടും സഹിച്ച് ഭൂമിയിൽ ജീവിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്, ലോകത്തിൽ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഇന്നലെ മരിച്ചില്ല, ഇന്ന് ഞാൻ നിൽക്കുന്നു. എന്തിന്? ഈ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി. പുത്രനിലാണ് രക്ഷ എന്ന് അറിയിക്കുവാൻ വേണ്ടി. ഈ 2 വസ്തുതകളും ചേർത്ത് വായിക്കുമ്പോഴാണ് രക്ഷ വേറൊരുത്തനുമില്ല. രക്ഷാദൂത് ദൈവം ദൂതന്മാരും മാലാകമാരിലൂടെയും ഒച്ചത്തിൽ നേരിട്ടും ഒന്നും അല്ല അറിയിക്കുന്നത്. ഞാൻ അറിയിക്കണം, വിശ്വാസികൾ അറിയിക്കണം, എങ്കിലേ സുവിശേഷീകരണം സംഭവിക്കൂ. ഇത് 2ഉം മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ പ്രബോധനം നമുക്ക് മനസ്സിലാവുന്നത്. സുവിശേഷീകരണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് ഒരു ഒഴിവ് കഴിവും പറയാൻ പാടില്ല, അതിനെ അവഗണിക്കാൻ പാടില്ല, എരിവോടെ ചെയ്യണം. അത് മാറ്റിവെക്കരുത്. അവസരം നാളെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ സുവിശേഷീകരണം ഈ സഭയിലുള്ള സകല വ്യക്തികളും ഏറ്റെടുക്കണം. ഇടത്തും വലത്തുമുള്ള ഈ ഒഴിഞ്ഞ കസേരകളുടെ ഒരു ഉത്തരവാദി ഞാനാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ഈ പ്രബോധനം ഏറ്റെടുക്കണം.
എന്തുകൊണ്ട് ഇവിടെ ആരും കാണുന്നില്ല? അത് ഞാനാണ് ഒരു കാരണം. ഞാൻ ആരോടും സുവിശേഷം പറയുന്നില്ല, ഞാൻ ആരോടും യേശുവിനെ കുറിച്ച് പറയുന്നില്ല, ഞാൻ ആരെയും പ്രബോധിപ്പിക്കുന്നില്ല, ഞാൻ ആരോടും അപേക്ഷിക്കുന്നില്ല, ഞാൻ ആരെയും യാചിക്കുന്നില്ല, ദൈവത്തോട് നിരന്നുകൊള്ളണമെന്ന് ഞാൻ പറയുന്നില്ല. അതാണ് എൻ്റെ കുറവെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ ഈ വചനം ഏറ്റെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അതോടൊപ്പം 2 കാര്യങ്ങളും കൂടെ പറഞ്ഞോട്ടെ. ഈ ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റാം? ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കണം. എന്തു പ്രാർത്ഥിക്കണം? ഒന്നാമതായിട്ട് ഈ നശിച്ചു പോകുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു ലിസ്റ്റ് എടുക്കണം. ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ നശിക്കപ്പെട്ടവരെയും നമുക്ക് നേടാൻ പറ്റത്തില്ല. നമുക്ക് പക്ഷെ നൽകിയിരിക്കുന്ന ഒരു ചുറ്റളവുണ്ട്. ആ ചുറ്റളവിലുള്ള ആത്മാക്കളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ, അല്ലെ? ഈ രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികളെ ഇത്ര പേര്, 10 പേരല്ലേ, 20 പേരല്ലേ, എൻ്റെ വീട്ടിലുള്ളവർ, ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് കർത്താവിനോട്. എന്ത് പ്രാർത്ഥിക്കണം? 2 വാക്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. എഴുത്ത് വായിക്കാൻ നമുക്ക് സമയമില്ല. 2 തിമോത്തി 2:4 പറഞ്ഞിരിക്കുന്നത്, ആരും നശിച്ചു പോകാൻ ദൈവം ഇച്ഛിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ ലിസ്റ്റിലുള്ള ഓരോരുത്തരുടെ വ്യക്തികളുടെ പേരെടുത്ത് വായിക്കുമ്പോഴും മനസ്സിലാക്കണം, ദൈവഹിതം ഇവർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുവാനാണ്, ഇവർ നശിച്ചു പോകാനല്ല. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ദൈവഹിതമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവഹിതത്തിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. രണ്ടാമതായിട്ട് യോഹന്നാൻ 16:8 കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അവർക്ക് പാപബോധം ഉളവാക്കാൻ. അല്ല, ഞാനല്ല പോയിട്ട് ഒരു പാപിയാണെന്ന് തെളിയിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും സുവിശേഷീകരണത്തിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ അതാണ്, നിങ്ങൾ പാപിയാണ്, ഞാൻ തെളിയിച്ചു തരാം, എന്നിട്ട് അവരുടെ കുറ്റമെല്ലാം പറയും. അപ്പൊ അത് വിധിക്കലാകും. അപ്പൊ അവർ പറയും ഇറങ്ങിപ്പോടാന്ന്, അല്ലേ? ആർക്ക് കേൾക്കണം? ഇത് ദൈവം, നമ്മൾ യേശുക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ദൈവം അവരുടെ ഉള്ളിൽ ചെയ്യണം. അയ്യോ, ഞാൻ യേശുക്രിസ്തുവായിട്ട് തുലനം ചെയ്യുമ്പോൾ പാപിയാ, ഇല്ല, അവരുടെ ഉള്ളിൽ വരണം. അതുപോലെ തന്നെ മറ്റു ദൈവങ്ങളെ തെറിവിളിക്കലല്ല സുവിശേഷീകരണം. നമ്മൾ യേശുക്രിസ്തുവിനെ ഉയർത്തിയാൽ മതി. താഴെ കിടക്കുന്ന വീണുപോയതിനെ ഒന്നും നമ്മൾ ഇനി കൂടുതൽ താഴ്ത്തേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? സുവിശേഷീകരണം യേശുക്രിസ്തുവിനെ ഉയർത്തുക, അല്ലെ? പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോയിട്ട് റോമ ദൈവങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇന്ന് കേരളത്തിന്റെ ഒരു ശാപം, സുവിശേഷകന്മാർക്ക് ഖുർആൻ നന്നായിട്ട് അറിയാം, ബൈബിൾ ഒന്നും അറിഞ്ഞൂടാ. അവനൊക്കെ ഇങ്ങനെ ഈ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തിരിക്കുകയാണ്, സുവിശേഷം പറയാറില്ല. നമുക്ക് ഖുർആനെ കുറിച്ചും ഗീതയെക്കുറിച്ചും ഒന്നും അറിഞ്ഞുകൂടാ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ദൈവമായിട്ട് വെളിപ്പെടുത്തിക്കൊള്ളും. നമ്മൾ യേശുക്രിസ്തുവിനെ ഉയർത്തുക. അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ പാപബോധം വരുത്തും. അത് യോഹന്നാൻ 16:8 ദൈവം തന്നെ പറഞ്ഞതാ, കർത്താവ് തന്നെ പറഞ്ഞതാ. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ ഹിതമാണ് ഈ വ്യക്തി നശിച്ചു പോകാതിരിക്കുവാൻ. അങ്ങ് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ വ്യക്തിക്ക് പാപബോധം ഉളവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് വേലക്കാർക്കായിട്ട് പ്രാർത്ഥിക്കണം. കൊയ്ത്ത് വളരെയുണ്ട്, അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിക്കുക, ഇനിയും വേലക്കാരെ അയക്കുവാൻ. ലൂക്കോസ് 10:2. അഴൂർ പഞ്ചായത്തിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ഇതൊന്നും നേടാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരെല്ലാം ഇത് പ്രാർത്ഥിക്കണം. ലൂക്കോസ് 10:2. അമേരിക്കയിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്. എല്ലാ ദിവസവും 10:02 ആകുമ്പോൾ അവർ പ്രാർത്ഥിക്കും. 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ ഈ വാക്യം വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർ യൂട്യൂബിലും ഒക്കെ ഉണ്ട്. നമുക്കും പ്രാർത്ഥിക്കാറുള്ളൂ. എന്ന് പറഞ്ഞ പോലെ എല്ലാ 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ ഓഫീസിൽ പോകുന്നവരും വേലയ്ക്ക് പോകുന്നവരും തൊഴിലുറപ്പിന് പോകുന്നവരും എല്ലാം അഴൂറിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. കർത്താവേ, 1-2 വേലക്കാരൊന്നും പോരാ, ഇനിയും വേലക്കാരെ അയച്ചാട്ടെ, അല്ലെ? ദൈവം അയക്കും. എനിക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റാത്തവരൊക്കെ ചിലപ്പോൾ ദൈവം ഒരു കൂട്ടത്തെ അയച്ച് നേടും. അപ്പൊ കൂട്ടുവേലക്കാർക്കായിട്ട് പ്രാർത്ഥിക്കുക. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ അയക്കുക. അപ്പോ നശിച്ചു പോകുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കണം, വേലക്കാർക്കായിട്ട് പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമതായിട്ട് നമുക്കായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. എഫീഷ്യ ലേഖനം 6:19-20 ഒന്ന് വായിച്ചാട്ടെ. എഫീഷ്യ ലേഖനം 6:19-20. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പറയുന്നത് എന്താ? ഏറ്റവും വലിയ അപ്പോസ്തലൻ, സുവിശേഷത്തെ അരച്ച് കലക്കി കുടിച്ചവൻ, അല്ലേ? ആ അപ്പോസ്തലൻ പറയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ വാ തുറക്കുമ്പോൾ സുവിശേഷം വരണേ. അപ്പൊ സുവിശേഷീകരണത്തിൽ ബുദ്ധിമുട്ട് തോന്നുന്ന എല്ലാവർക്കും വലത്തോട്ട് നോക്കിയാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇരിക്കുന്നതാണ്.
ഈ ഒരു വ്യക്തിയില്ല സുവിശേഷീകരണത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നത്. അപ്പോസ്തലൻ പോലും പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാ തുറക്കുമ്പം പ്രാഗൽഭ്യത്തോടെ വരണം വചനം. ഞാൻ സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇത് തന്നെ നമുക്ക് നമ്മളോട് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാ തുറന്ന് സുവിശേഷീകരണം നടത്തുന്ന സകല വിശ്വാസികളുടെയും വായിൽ പ്രാഗൽഭ്യത്തോടെ സുവിശേഷം പറയുവാൻ ദൈവമേ വചനം വിളങ്ങണമേ എന്ന് അന്യോന്യം പ്രാർത്ഥിക്കുക. അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടുകാരോട് സുവിശേഷം പറയാൻ പോകുന്നു, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചോണെന്ന് പറയുമ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. ആ വ്യക്തി പോകുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സുവിശേഷം പറയാൻ ഇടയാകണം. അല്ലെ? അപ്പൊ രക്ഷിക്കപ്പെടാത്തവർക്ക് പാപബോധം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പറയാൻ പോകുന്ന സുവിശേഷം പറയാൻ പോകുന്ന വ്യക്തിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ ദൈവമേ കരുതണമെന്ന് പ്രാർത്ഥിക്കണം. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി പാപബോധം വരുത്താനും പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് സുവിശേഷീകരണം. പക്ഷെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഇന്ന് കുഴപ്പം ഇതാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വിചാരം ദൂതൻ ഇറങ്ങുന്ന, ദൂതൻ ഇറങ്ങത്തില്ല, നമ്മൾ തന്നെയാണ് ദൂത് കൈമാറേണ്ടത്. അതുകൊണ്ട് രണ്ടാമത്തേത്, പ്രായോഗിക തലത്തിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ ചിന്തിക്കേണ്ടത് പറയുക. സുവിശേഷം പറയണം. അല്ലെ? അതിന് നിങ്ങൾ സ്വന്തമായിട്ട് പറയാൻ പഠിക്കണം. ഒന്നാമത് സുവിശേഷം നന്നായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. അത് പറയാനായിട്ട് ഇതുപോലെ പ്രാർത്ഥിച്ച് പോകണം. ചിലരോടൊക്കെ നിങ്ങൾ പറഞ്ഞാലേ അവർ രക്ഷിക്കപ്പെടത്തുള്ളൂ, വേറെ ആര് പറഞ്ഞാലും രക്ഷിക്കപ്പെടത്തില്ല. അതുകൊണ്ട് സ്വമേധ എല്ലാവരും ചിന്തിക്കണം. ഈ വർഷം തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്ര മാസമായി, 8-ാം മാസമായി. എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? 8 പേരോടെങ്കിലും സുവിശേഷം പറഞ്ഞു. കുറഞ്ഞ പക്ഷം ഓരോ മാസം ഒരാളോടെങ്കിലും, പുതിയൊരാളോടെങ്കിലും. ആരോടും പറയുന്നില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സുവിശേഷം പറഞ്ഞത് എത്ര വർഷം മുമ്പാണെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് സുവിശേഷീകരണത്തിൽ എനിക്ക് വളരണം, എനിക്ക് വാ തുറന്നു തരണം, എനിക്ക് പ്രാഗൽഭ്യം തരണമെന്ന് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് ഏറ്റെടുക്കണം. ഇനി നിങ്ങൾക്ക് പോയി പറയാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ എന്ത് ചെയ്യണം? കൂട്ടുവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് ഈ സുവിശേഷം. ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും ധൈര്യം തരുന്ന വേറൊരു കാര്യമാണ് വേറൊരുത്തിനെ വിളിച്ചുകൊണ്ട് പോയത്. ഒന്ന്, നമുക്ക് എവിടെങ്കിലും വെച്ച് വാ കുഴയോലും ചെയ്ത ഇയാളുണ്ട്. 2, ഒരു വിശ്വാസിയുടെ മുമ്പിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ ഇരിക്കുന്ന പോലെ ആകാൻ പറ്റും. ഭയങ്കര എരിവുള്ള വിശ്വാസി അല്ലെ? വേറൊരു വിശ്വാസിയെ കാണുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ പൊങ്ങി വരും അല്ലെ? ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു എല്ലാവരും കൈയൊക്കെ പൊക്കി ആമേൻ പറഞ്ഞല്ലോ അല്ലെ? ഇത് അവിശ്വാസിയുടെ മുമ്പിൽ കൈയൊക്കെ താന്ന് പെട്ടെന്ന്. പക്ഷെ കൂടെ ഒരു വിശ്വാസിയാണ്, അവൻ കാണും, നമ്മനെ കൈവെക്കാം അല്ലെ? അപ്പൊ ധൈര്യം, അന്യോന്യം ധൈര്യം വരും. വീണു പോകുമ്പോൾ താങ്ങാൻ പറ്റും. ഇനി ഇത് രണ്ടും വയ്യ, എനിക്ക് പറയാനൊന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നവർക്ക് എത്രയോ സഹായം നമുക്ക് ഭൂമിയിലുണ്ട്. ഇപ്പം ലഘുലേഖകൾ ആരും പറയുന്നുണ്ട്, ഇത് കൊടുത്താൽ മതി, ഇത് വായിക്കണേ, അടുത്ത നാളെ പറയാം അല്ലേ? നമുക്ക് ചില സമയത്ത് അങ്ങനെ പറയാനൊന്നും സമയം കിട്ടണമെന്നില്ല. വഴി കൂടെ പോകുമ്പോൾ ആരെങ്കിലും കാണുന്നു, അവരോടൊക്കെ ബന്ധം പോലും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ലഘുലേഖകളുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഭവനത്തിൽ ആളുകളെ വിളിച്ച് അത്താഴം കൊടുത്തു വെച്ച് സുവിശേഷം പറയാം. അതൊക്കെ ചിട്ടയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അഴൂറി മാത്രമല്ല, സിറ്റി താമസിക്കുന്ന എല്ലാവർക്കും ചെയ്യാം. ഞങ്ങൾ ഒരു മാസത്തിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മാസാവസാനം അയാളെ വീട്ടിൽ കഴിക്കാൻ വിളിക്കും. കഴിക്കാൻ വിളിച്ച് വെച്ച് സ്നേഹത്തിൽ സുവിശേഷം പറയും. അപ്പോൾ 12 മാസം കഴിയുമ്പോൾ 12 കുടുംബമായി അല്ലേ? അങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റും? അഴൂർ പഞ്ചായത്തിൽ നമുക്ക് സുവിശേഷ യോഗങ്ങൾ നടത്താൻ പറ്റും. യോഗത്തിന് ആളെ വിളിച്ചോട്ട് വരാൻ പറ്റും. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രശ്നം ഇതൊന്നുമല്ല, ഇത് ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാം, പ്രാർത്ഥിക്കാം, സുവിശേഷം അറിയിക്കാം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇനി കർത്തൃമേശയിലേക്കും കടക്കാനുണ്ട്. ഈ സുവിശേഷീകരണ ഉത്തരവാദിത്വം കർത്താവെ ഞാൻ ഒരുപാട് നാളായി അവഗണിക്കുന്നു, ഇനി എരിവോടെ ഞാനത് ഏറ്റെടുത്ത് അതിനു വേണ്ട ചില കാര്യപരിപാടികൾ മെനയുമെന്നുള്ള ഒരു സമർപ്പണത്തോടെ ഇവിടെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾക്ക് ഒരു അന്ത്യം വരണം. ഈ സഭ ഇങ്ങനെ പോയാൽ ഇത് കുറച്ചു കാലം കഴിയുമ്പം അടുത്തൊരു തലമുറയൊക്കെ എത്തുമ്പോൾ വേറും നാമധേയ പള്ളി പോലെ ചത്തിരിക്കും. അത് സഭാ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷീകരണം എവിടൊക്കെ നിന്നുപോയോ ആ സഭ വെറും ഒരു പാരമ്പര്യ ചത്ത പള്ളിയായിട്ട് മാറും. ഇവിടെ വന്ന് പാട്ടൊക്കെ പാടുമായിരിക്കും, പക്ഷേ ഒരു ഗുണവും ഇല്ലാത്ത, ഒരു സുവിശേഷ മുന്നേറ്റവും ഇല്ലാത്ത ഒരു പള്ളിയായിട്ട് മാറും. അതല്ലല്ലോ നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് അഴൂർ പഞ്ചായത്തിനെ ഓർത്തും എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ഓർത്തും ഏറ്റെടുത്തും കൊണ്ട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ, ദൈവത്തോട് പ്രതികരിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ,
കേൾപ്പിച്ച ദൂതിനായിട്ട് സ്തോത്രം, കേൾപ്പിച്ച പ്രബോധനത്തിനായിട്ട് സ്തോത്രം. അതേ കർത്താവേ, രക്ഷ മറ്റൊരുത്തനിലും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം കർത്താവ്. പലപ്പോഴും ഞങ്ങളത് സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞിട്ടുണ്ട്, വിസ്മരിച്ചിട്ടുണ്ട്, കണ്ണടച്ചിട്ടുണ്ട് കർത്താവേ. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷയില്ല. യേശു ക്രിസ്തുവിൽ വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നു മാത്രമല്ല, രണ്ടാമത്തെ വസ്തുത കർത്താവേ, രക്ഷാദൂത് കൈമാറുവാൻ അങ്ങ് കണ്ടുവച്ചിരിക്കുന്ന സാക്ഷികൾ ഞങ്ങൾ തന്നെയാണ് കർത്താവേ. വേറെ ദൂതനോ സ്വർഗത്തിൽ നിന്ന് സ്വപ്നമോ സ്വർഗത്തിൽ നിന്ന് കർത്താവെ അങ്ങ് ഉച്ചസ്വരത്തിൽ പറയുക ഒന്നുമല്ലല്ലോ. അങ്ങയുടെ വ്യവസ്ഥ ഇതാണല്ലോ. രക്ഷിക്കപ്പെട്ട നിന്റെ മക്കൾ, നിരപ്പ് പ്രാപിച്ച രക്ഷയുടെ സന്തോഷം എന്തെന്നറിഞ്ഞ നിന്റെ മക്കൾ തന്നെ ഈ രക്ഷാദൂത് അറിയിക്കണമെന്നാണല്ലോ കർത്താവെ. ഈ രണ്ട് വ്യവസ്ഥകളുടെയും വെളിച്ചത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ, സുവിശേഷീകരണം എത്ര പ്രധാനപ്പെട്ടതാണ്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന കർത്താവെ. അടൂർ പഞ്ചായത്തിൽ സുവിശേഷീകരണം സംഭവിക്കണമെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളൂ എന്നുള്ള ബോധ്യം കർത്താവെ ഞങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഉണർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്ത് കർത്താവെ മൗനമായിരിക്കുവാനല്ലല്ലോ കർത്താവെ, വ്യക്തി ജീവിതങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ ആ ഒരു ത്വരയും തീക്ഷ്ണതയും ഞങ്ങളിൽ ജനിപ്പിക്കണമേ. ഞങ്ങളുടെ ഭയം നീക്കണമേ, ഞങ്ങളുടെ അലസത നീക്കണമേ, ഞങ്ങളുടെ മടി നീക്കണമേ കർത്താവെ. ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവെ സുവിശേഷീകരണത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ കർത്താവെ സഹായിക്കണമേ. ആദ്യം ഞങ്ങളെ കേൾപ്പിച്ച പ്രബോധനത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരേ ഭയപ്പെടേണ്ടു, ആരേ ഭയപ്പെടേണ്ടു കർത്താവെ. ആ ദേശത്തിലെ ദേശാധിപതികളെയോ മറ്റാരെയോ മനുഷ്യരെ ഒന്നും ഭയപ്പെടാതെ കർത്താവെ, അടൂർ പഞ്ചായത്തിൽ ശക്തമായ കർത്താവെ സുവിശേഷീകരണ മുന്നേറ്റം നിന്റെ മക്കളിലൂടെ ഉണ്ടാകുവാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ആ പ്രാഗൽഭ്യം പകർന്നു തരണമേ, ഞങ്ങൾക്ക് ആ ധൈര്യം പകർന്നു തരണമേ. നീയായിട്ട് ഞങ്ങളെ അയച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് കടന്നു വരണമേ. ഈ ചുമതല ഉത്തരവാദിത്വ ബോധത്തോടെ ഏറ്റെടുത്ത് നിറവേറ്റുവാൻ കർത്താവെ ഞങ്ങളുടെ ഉള്ളത്തിൽ ഇപ്പോൾ ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ സുവിശേഷീകരണം ചെയ്യുവാൻ കർത്താവെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ ഇന്നേ ദിവസം കർത്താവെ സമർപ്പണ ബോധത്തോടെ ചില മധ്യസ്ഥന്മാർ ഉണർന്നു വരണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉണർന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ രക്ഷ കടന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് കർത്താവെ സമർപ്പണ ബോധത്തോടെ കർത്താവെ ഉണർന്നു വരുന്ന ചില മധ്യസ്ഥന്മാർ എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അവർക്കിടയിൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു കൂട്ടം എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ സുവിശേഷീകരണത്തിന് വേണ്ടി പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി കർത്താവെ ആ ഉദ്യമത്തിൽ മുന്നോട്ട് പോകുന്ന കർത്താവെ കാലെടുത്തു വെക്കുന്ന ചില സഹോദരങ്ങൾ ഇവിടെ ഉണർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സഭ സുവിശേഷീകരണത്തിലൂടെ കർത്താവ് ഒരു പുതുക്കം പ്രാപിച്ച് വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായിട്ട് ഈ സഭ ആ രീതിയിൽ അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേൾപ്പിച്ച ദൂത് മറന്നു പോകാതെ കർത്താവ് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്ത് കർത്താവ് അനുസരണത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഓടുവാൻ സകലരെയും സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.